ഫാമിലിയിൽ റിലേഷനുള്ള ആർക്കെങ്കിലുമൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഏർലി ഏജിലോ പോയി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ കാഴ്ച പോകാൻ വരെ സാധ്യതയുണ്ട്. 20s 25s ഉള്ളവർക്ക് എല്ലാവർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്. വളരെയധികം പ്രവലൻസ് ഉള്ളൊരു ജീവിതശൈലി രോഗമാണ് ഡയബറ്റിക്സ് ടൈപ്പ് 2. അപ്പോൾ അതെന്താണ്? ടൈപ്പ് 2 ഡയബറ്റീസ് ഇപ്പം വളരെയേറെ ഒരു പ്രവലൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 വയസ്സുള്ള കുട്ടികളിൽ വരെ ഇപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇൻസുലിൻ പ്രതിരോധം എന്നാണ് അതിൻ്റെ മലയാള വിവർത്തനം. അതായത് നമ്മളുടെ പാൻക്രിയാസ് നിന്ന് ഇൻസുലിൻ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നമ്മളുടെ കൊഴുപ്പും മറ്റു കാര്യങ്ങളും മൂലവും ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ പാൻക്രിയാസ് എക്സ്ട്രാ സ്ട്രെയിൻ എടുത്ത് ഇൻസുലിൻ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഈ എക്സ്ട്രാ ഇൻസുലിൻ ഉണ്ടായിട്ടും നമ്മളുടെ ഷുഗർ നോർമൽ ആവാത്തൊരവസ്ഥ വരും. അപ്പോൾ ആ ഒരു പോയിന്റിലാണ് നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ഉണ്ടാവുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്? അപ്പോൾ സിംറ്റംസ് നമ്മളുടെ ഷുഗർ കൂടിയാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന എല്ലാ സിംറ്റംസും ഇതിനകത്തുണ്ട്. നമ്മൾ പറഞ്ഞു, നമ്മൾക്ക് ഇൻസുലിൻ ഉണ്ടെങ്കിലേ നമ്മളുടെ ശരീരത്തിൻ്റെ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് അകത്തേക്ക് വലിച്ചെടുത്ത് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇൻസുലിൻ്റെ കുറവോ കാര്യക്ഷമത കുറവോ ഉണ്ടെങ്കിൽ ഈ നമ്മളുടെ ശരീരത്തിന് ഈ ഊർജ്ജം ഉൽപ്പാദനം നടക്കില്ല. അപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സിംറ്റമാണ് ക്ഷീണം. പിന്നെ ഇത് ടൈപ്പ് 1 പോലെ അത്ര അഗ്രസീവ് അല്ല. അപ്പോൾ പതുക്കെ ഇതിൻ്റെ സിംറ്റംസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. സിംറ്റംസ് ഉണ്ടാവണമെന്ന് പോലും ഒരു നിർബന്ധവും ഇല്ല. പിന്നെ മാത്രമല്ല, വല്ലാതെ ഷുഗർ കൂടുകയാണെങ്കിൽ നമുക്ക് ദാഹം കൂടാനും മൂത്രശങ്ക കൂടാനും നല്ല വിശപ്പ് വരാനും വെയിറ്റ് കുറയാനും ഇടയുണ്ട്. മാത്രമല്ല, നമ്മളുടെ കാലിലൊക്കെ മുറിവുണ്ടായാൽ അത് ഉണങ്ങില്ല. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജനിതക ഏരിയയിൽ വളരെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. പക്ഷേ കുറേ ആൾക്കാർക്ക് ലക്ഷണമൊന്നും കാണണമെന്നില്ല. ജസ്റ്റ് ചെക്കപ്പ് ചെയ്യുമ്പോൾ A1C അല്ലെങ്കിൽ നമ്മളുടെ ഫാസ്റ്റിംഗ് PPBS ഷുഗർ കൂടാനാണ് സാധ്യത. അപ്പോൾ A1C നിങ്ങളുടെ 6.5 മേളിലോ 6.5 ആണെങ്കിൽ നിങ്ങൾ ഡയബറ്റിക് ആണ്. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 126 മേളിലാണെങ്കിൽ ഡയബറ്റിക് ആണ്. ഭക്ഷണത്തിന് ശേഷമുള്ള എസ്പെഷ്യലി 75 ഗ്രാം ഗ്ലൂക്കോസ് കഴിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ 200 മേളിലുണ്ടെങ്കിൽ ഡയബറ്റിസ് ആണ്. റാൻഡം ബ്ലഡ് ഷുഗർ 200 മേളിലുണ്ടെങ്കിൽ ഡയബറ്റിസ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സിംറ്റംസും റാൻഡം ബ്ലഡ് ഷുഗർ 200 മേളിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡയബറ്റിസ് ഉണ്ട്. ഇതിനെന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാമല്ലോ, അതെന്തൊക്കെയാണ്? അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ ഡയബറ്റീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അതാണ് നമ്മൾ പൊതുവേ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആരൊക്കെ ശ്രദ്ധിക്കണം, ആരൊക്കെ പോയി ഷുഗർ ചെക്ക് ചെയ്യണം? അപ്പോൾ നിങ്ങളുടെ പാരൻസിനോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിലോ ഷുഗർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പോയി ചെക്ക് ചെയ്യണം. നിങ്ങൾ സൗത്ത് ഏഷ്യൻ, അതായത് നമ്മൾ ഇന്ത്യക്കാർക്ക് പൊതുവേ ഡയബറ്റീസ് വരാനുള്ള റിസ്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒരു 35 വയസ്സാകുമ്പം ഡയബറ്റീസ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഓവർ വെയ്റ്റ് ഉള്ളത്, അതായത് BMI 23.5 kg/m² കൂടുതലുള്ളവർ. BMI എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ വെയിറ്റ് എടുക്കുക, ഹൈറ്റ് മീറ്ററിൽ എടുക്കുക, അതിൻ്റെ സ്ക്വയർ വെച്ച് ഈ വെയ്റ്റിനെ ഡിവൈഡ് ചെയ്യുക. അത് 23.5 കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയ്റ്റ് ആണ്. എന്തായാലും ഡയബറ്റീസ് ചെക്ക് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു പാരൻസിനുണ്ടെങ്കിൽ, പിന്നെ PCOD ഉള്ളവരാണെങ്കിൽ അതും ഇൻസുലിൻ പ്രതിരോധം മൂലം തന്നെയാണ് PCOD വരുന്നത്. അങ്ങനെ എല്ലാവർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. BP ഉള്ളവർ, കൊളസ്ട്രോൾ ഉള്ളവർ, അതെല്ലാം മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ്. അതിലുള്ളവർക്കും ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പെണ്ണുങ്ങളാണെങ്കിൽ 4 കിലോയിൽ കൂടുതലുള്ള കുട്ടീനെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുണ്ട്. ഗർഭാവസ്ഥയിൽ ഡയബറ്റീസ് ഉണ്ടായിരുന്ന സ്ത്രീകൾക്കും ഡയബറ്റീസ് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, സ്ട്രെസ്സ്, ഇതൊക്കെ ഉള്ളവർക്കും ഇത് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇതെന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ കൊല്ലവും പോയി ഡയബറ്റീസ് ചെക്ക് ചെയ്യേണ്ടതാണ്. 35 years ആണ് ഗൈഡ് ലൈൻ. പക്ഷേ ഇപ്പം 20s 25s ഉള്ളവർക്ക് എല്ലാവർക്കും ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 35 വയസ്സാവാനായിട്ട് എല്ലാവരും കാത്തിരിക്കണം എന്നില്ല. എന്തെങ്കിലും സിംറ്റംസോ ക്ഷീണമോ ഉണ്ടെങ്കിൽ പോയി ചെക്ക് ചെയ്തോളാം. ടൈപ്പ് 2 ഡയബറ്റിക്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ്? അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതൊരു ജീവിതശൈലി രോഗമാണ്. അപ്പം ആദ്യം ചെയ്യേണ്ടത് ജീവിതശൈലി മാറ്റങ്ങളാണ്. അതായത് നമ്മൾ ഡയറ്റ്,
നല്ല രീതിയിൽ നോക്കുക. അതായത് നമ്മൾ ഡയബറ്റീസ് ഉള്ളവർക്ക് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഫൈബർ കൂടിയ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അന്നജം കുറഞ്ഞ ഡയറ്റാണ്. അത് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും, നമ്മൾ ജനറലൈസ്ഡ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഗ്ലൈസെമിക് സൂചിക നോക്കിയിട്ട് ഫുഡ് കഴിക്കുക. അതായത് ഗ്ലൈസെമിക് സൂചിക നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയ ഒരു ഭക്ഷണ സാധനത്തിൻ്റെ കിട്ടും. അപ്പോൾ ഗ്ലൈസെമിക് സൂചിക 70 മേലുള്ള ഫുഡ് ഒഴിവാക്കുക. 55-നും 70-നും ഇടയ്ക്കുള്ളത് കുറച്ച് മോഡറേഷനിൽ കഴിക്കുക. 55-ൽ താഴെയുള്ളത് കഴിക്കാൻ ശ്രമിക്കുക. അത് ഏത് ഫുഡ് മെറ്റീരിയലിൽ ഗൂഗിൾ അടിച്ച് നോക്കിയാലും നമുക്ക് സുലഭമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ ഡൗട്ടുള്ളതെല്ലാം ജസ്റ്റ് അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഡയറ്റ് അങ്ങനെ. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിന് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 5 ദിവസം അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ് മോഡറേറ്റ് എക്സസൈസാണ്, എറോബിക് എക്സസൈസുകളാണ്. അതായത് ഓട്ടം, ജോഗിങ്, നടത്തം, സൈക്ലിംഗ്, സ്വിമ്മിങ് എന്നിവ. ബാക്കി 2 ദിവസം ഒരു അരമണിക്കൂർ വെച്ച് റെസിസ്റ്റൻസ് എക്സസൈസുകൾ, അതായത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസുകൾ ചെയ്യുന്നത് ഇതിന് നല്ലതാണ്. അപ്പോൾ ഈ ഭക്ഷണവും എക്സസൈസും ശരിയാക്കാതെ നേരെ മെഡിസിനിലേക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് രണ്ടും വെച്ച് നമ്മൾ നോക്കും. പ്ലസ് ഷുഗർ വല്ലാതെ കൂടുതലാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ മെഡിസിനും ഇൻസുലിനും എല്ലാം ഇനിഷ്യേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ബോർഡർ ലൈനൊക്കെ ഉള്ളെങ്കിൽ ലൈഫ് സ്റ്റൈലും എക്സസൈസും വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഷുഗർ കുറയ്ക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ റോളാണ് മെഡിസിനുള്ളത്. അപ്പോൾ മെഡിസിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 തരങ്ങളിലുള്ള മെഡിസിൻ ഉണ്ട്. ഒന്നുകിൽ അതിന് ഇൻസുലിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടാൻ പറ്റും. രണ്ടാമത്തെ കാറ്റഗറി മെഡിസിൻസിന് ഇൻസുലിൻ്റെ ഉൽപ്പാദനം കൂട്ടാൻ പറ്റും. അപ്പോൾ ഷുഗർ ലെവലും പേഷ്യൻസിൻ്റെ സിംറ്റംസും പേഷ്യൻസിൻ്റെ ടോളറബിലിറ്റിയും അനുസരിച്ച് നമ്മൾ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് മെഡിസിൻസ് കൊടുക്കുന്നു. ഇനി ഷുഗർ വല്ലാതെ കൂടുതലാണ്, വെയ്റ്റ് ലോസ് ഉണ്ട്, അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളുള്ള പേഷ്യൻസിന് ആദ്യം ചിലപ്പോൾ ഇൻസുലിൻ്റെ സഹായം വേണ്ടി വരും. പിന്നെ എന്തൊക്കെയാണെങ്കിലും ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ നമ്മളുടെ പാൻക്രിയാസിൽ നിന്ന് ഇൻസുലിൻ വരാത്ത അവസ്ഥ വരും. അപ്പോൾ ആ ഒരു സമയത്ത് മരുന്നിന് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും ഒരു പേഷ്യൻറ്റിന് ഇൻസുലിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷേ തുടക്കത്തിലേ നമ്മൾ സ്ട്രിക്റ്റായിട്ട് വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇൻസുലിൻ്റെ ആ ഒരു ഇനീഷ്യേഷൻ നമുക്ക് നല്ല രീതിയിൽ ഡിലേ ചെയ്യാൻ പറ്റും. പ്രീ ഡയബറ്റിക്സ് ടൈപ്പ് 2 ഡയബറ്റിക്സിൻ്റെ കോണ്ടക്സിൽ കേൾക്കാറുണ്ടല്ലോ, അത് എന്താണ്? ഇപ്പം നമ്മൾ പറഞ്ഞു A1C HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ഷുഗർ 6.5 അതിന് മേളിലോ ആണെങ്കിൽ ഡയബറ്റിസ് എന്ന് പറയണേ. അല്ലാതെ ഇതിൻ്റെ ബോർഡർ ലൈനിൽ വരികയാണെങ്കിൽ, അതായത് 5.7 മുതൽ 6.4 വരെയുള്ള റേഞ്ച് ആണെങ്കിൽ പേഷ്യൻറ്റിന് പ്രീ ഡയബറ്റിസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഹൈ റിസ്ക് ആണ് അത് ഡയബറ്റിസിലേക്ക് പ്രോഗ്രസ് ചെയ്യാൻ. അപ്പോൾ അതൊരു ഇൻ്റർവീനിങ് പോയിൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു 10% വെയിറ്റ് കുറയ്ക്കുകയും ജീവിതശൈലി മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുകയാണെങ്കിൽ, അതായത് ഡയറ്റും എക്സസൈസും എല്ലാം നോക്കി 10% വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഡയബറ്റിസിലേക്ക് പ്രോഗ്രസ് ചെയ്യില്ല. അപ്പോൾ പല പഠനങ്ങളും കാണിക്കുന്നത് പ്രീ ഡയബറ്റിസ് ഉള്ളവർക്ക് പോലും കാർഡിയോവാസ്കുലാർ ഇഷ്യൂസ് വരാനുള്ള റിസ്ക് കൂടുതലാണെന്നാണ്. അപ്പോൾ അത് ആക്ച്വലി ഒരു ഹാർബിംഗറാണ് ഡയബറ്റിസിലേക്ക് നമ്മൾ പ്രോഗ്രസ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. അതൊരു ഇൻ്റർവീനിങ് പോയിൻറ്റുമാണ്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് റിവേഴ്സിൽ വന്ന് ആരോഗ്യത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഡോക്ടർ, നമുക്ക് ഡയബറ്റിക്സ് കൺട്രോൾ ചെയ്യുന്നതല്ലാതെ മൊത്തത്തിൽ നമുക്ക് അത് മാറ്റാൻ പറ്റുമോ? ഡയബറ്റിസ് റെമിഷൻ എന്നുള്ളൊരു എൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾക്ക് മരുന്നിൻ്റെ സഹായമില്ലാതെ നമ്മളുടെ HbA1c, അതായത് 3 മാസത്തെ ഷുഗറിൻ്റെ ആവറേജ് 6.7 താഴെ നിർത്താൻ പറ്റുവാണെങ്കിൽ നമ്മൾക്ക് ഡയബറ്റിസ് റെമിഷൻ എന്നതിനെ വിളിക്കാം. അപ്പോൾ നമ്മൾക്ക് ഇത് ഡയബറ്റിസിൻ്റെ ആദ്യത്തെ സ്റ്റേജുകളിൽ സാധ്യതമാണ്. അഗ്രസീവായിട്ടുള്ള ഡയറ്റും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൊണ്ടുവന്നാൽ ഒരു 10% വെയിറ്റ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഡയബറ്റിസ് റെമിഷനിലേക്ക് വരാറുണ്ട്. ആ ഒരു 10% വെയിറ്റ് ലോസാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് വണ്ണമൊക്കെ ഉള്ളവർ ബേരിയാട്രിക് സർജറിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ഡയബറ്റിസ് മാറുന്നതായിട്ട് കാണാം. ഈവൻ ഇൻസുലിൻ എടുക്കുന്നവർക്ക് പോലും നമ്മൾക്ക് ഈ എന്താ പറയുക, അത് എടുക്കാതെ ഡയബറ്റിസ് നോർമലായിട്ടിരിക്കുന്ന അവസ്ഥ വരാനുണ്ട്. അപ്പം നമ്മളുടെ ബേസിക് എന്താണ് ഡയബറ്റിസ് വരാനുള്ള നമ്മളുടെ കൊഴുപ്പാണ്. കൊഴുപ്പ് മൂലമാണ് ഇൻസുലിൻ്റെ കാര്യക്ഷമത കുറഞ്ഞിട്ട് ഡയബറ്റിസിലേക്ക് ഇത് മാറുന്നത്. അപ്പോൾ നമ്മൾ കൊഴുപ്പ് എത്ര കുറയ്ക്കാമോ നമുക്ക് അത്രയും സാധ്യതയുണ്ട് ഡയബറ്റിസ് റിവേഴ്സൽ. പക്ഷേ ഇത് ആ ഡയബറ്റിസ് വരുന്ന ആദ്യ കാലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പല പഠനങ്ങൾ എടുത്ത് നോക്കിയാലും ആദ്യത്തെ 3 കൊല്ലം നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇൻ്റർവീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റെമിഷനിലുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് നമുക്ക് കോൺഫർ ചെയ്യുന്ന പല മരുന്നുകളും വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സെമാഗ്ലൂട്ടൈഡ് ഇഞ്ചെക്റ്റബിൾ,
ടിർസെപ്റ്റൈഡ് ഇഞ്ചെക്റ്റബിൾ ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലിറാഗ്ലൂട്ടൈഡ്, ഡുലാഗ്ലൂട്ടൈഡ് ഇതൊക്കെ എടുക്കുന്ന പേഷ്യൻസിന് ഡയബറ്റിക് റെമിഷൻ വളരെ ഹൈ ആണ്, എസ്പെഷ്യലി ഇനീഷ്യൽ സ്റ്റേജിൽ. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ആ ഒരു ഡയബറ്റീസിൻ്റെ ഫേസ്. ഒരു 10 കൊല്ലം കഴിഞ്ഞ് റെമിഷൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇനീഷ്യൽ ഫേസിൽ നമ്മൾ ട്രൈ ചെയ്ത് വെയിറ്റൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നല്ല റെമിഷനുള്ള സാധ്യത പേഷ്യൻറ്റിനുണ്ട്. പ്രമേഹം നമ്മൾ ചികിത്സിക്കാതിരുന്നാൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ ഡയബറ്റിസ് ചികിത്സിക്കുന്നത് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളുടെ ടാർഗറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ A1C ഇൻഡിവിജ്വലൈസ്ഡ് ആണ് എല്ലാവർക്കും. HbA1c അതായത് 3 മാസത്തെ ആവറേജ് 7% താഴെ ആയിരിക്കണം. ഭക്ഷണത്തിന് മുമ്പുള്ള ഷുഗർ ഒരു 130 താഴെ ആയിരിക്കണം, അത് ഇൻഡിവിജ്വലൈസ്ഡ് ആയിരിക്കും. ഭക്ഷണത്തിന് ശേഷമുള്ളത് 180 താഴെ ആയിരിക്കണം. ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടാർഗറ്റ്. പിന്നെ ഒരുപാട് വയസ്സായവർക്കൊക്കെ ആണെങ്കിൽ ഒരു 8% താഴെ A1C മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് ഷുഗർ കുറഞ്ഞു പോകാനിടയുണ്ട്. അപ്പോൾ ഈ ഒരു ടാർഗറ്റിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസിൻ്റെ ഇതിൽ ഓൾറെഡി പറഞ്ഞു, മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. അപ്പോൾ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് ആദ്യം തന്നെ കണ്ണിൻ്റെ കാര്യം എടുക്കാം. നമ്മളുടെ ലൈറ്റ് വീഴുന്ന പാടയാണ് റെറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ റെറ്റിനയിലെ രക്തധമനികൾക്ക് പല ചേഞ്ചസും വരാം. അപ്പോൾ നമ്മളുടെ കാഴ്ച പോകാൻ വരെ സാധ്യതയുണ്ട്. രണ്ടാമത്തേത് നമ്മളുടെ നെർവ്സിനെ ബാധിക്കും. അതിന് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നാണ് പറയുന്നത്. അപ്പോൾ നെർവ്സിനെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കുറച്ചൊരു കുത്തിപ്പറിക്കുന്ന വേദന, പുകച്ചിൽ, മരവിപ്പ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ കുറേ കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടുത്തെ സെൻസേഷൻസ് പോകുന്ന അവസ്ഥയായിരിക്കും. അവിടെ ഒരു മുറിവ് വന്നാൽ പോലും നമ്മൾ അറിയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ അതൊരു ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുന്നു. അതായത് നമ്മളുടെ വിശപ്പിനെ നിയന്ത്രിക്കുന്നത്, നമ്മളുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ്സ് നിയന്ത്രിക്കുന്നത്, നമ്മളുടെ മൂത്രത്തിൻ്റെ മൂവ്മെൻറ്റ്, നമ്മളുടെ മലത്തിൻ്റെ മൂവ്മെൻറ്റ് എല്ലാം ഈ റെഗുലേറ്റ് ചെയ്യുന്നത് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ആണ്. അതിനെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ സിംറ്റംസ് വരുന്നു. അതായത് ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ, നമ്മളുടെ BP ഫ്ലക്ച്വേഷൻ, നമ്മൾ എണീറ്റ് നിന്നാൽ തല കറങ്ങുന്ന അവസ്ഥ, പിന്നെ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ ദഹനത്തിന് അത് ബാധിക്കും, അതായത് ഗ്യാസ്ട്രിക് എംറ്റിങ്ങിനെ അത് ബാധിക്കും. അപ്പോൾ വളരെ സ്ലോ ആയിട്ടേ നമ്മളുടെ വയറിൽ നിന്ന് ഫുഡ് താഴത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഷുഗർ ലെവൽസിനൊക്കെ ഭയങ്കര ഫ്ലക്ച്വേഷൻ ആയിരിക്കും. പിന്നെ വയറ്റിൽ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് വയറിളക്കം വരും. ഇതെല്ലാം ഓട്ടോണോമിക് ന്യൂറോപ്പതിയുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഓട്ടോണോമിക് ന്യൂറോപ്പതിയൊക്കെ വളരെ എന്താ പറയുക, മോർബിഡാണ്. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതൊരു റിവേഴ്സലില്ല. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഷുഗർ ഫ്ലക്ച്വേഷൻ, ഇടയ്ക്കിടയ്ക്ക് ഷുഗർ കുറഞ്ഞു പോയാൽ നമ്മൾ അറിയ പോലുമില്ല. ഹൈപ്പോഗ്ലൈസെമിയ, അൺഅവെയർനെസ് എന്നുള്ളൊരു സ്ഥിതിയൊക്കെ വരുന്നു. പിന്നെ മൂന്നാമത്തെ രക്തധമനികളാണ് കിഡ്നിയിലെ ചെറിയ ചെറിയ രക്തധമനികൾ. അതിൻ്റെ പ്രശ്നങ്ങൾ മൂലം നമ്മളുടെ കിഡ്നി കൂടെ പ്രോട്ടീൻ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അപ്പോൾ യൂറിനിൽ നല്ല പത പോലെ വരാൻ തുടങ്ങുന്നു. നമ്മളുടെ കാലിനൊക്കെ നീര് വെക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്. പിന്നെ നീര് വെച്ച് പതയൊക്കെ പോയി ക്രോണിക്കായി പ്രോഗ്രസ് ചെയ്ത് അവസാനം കിഡ്നി പോവുകയും തന്മൂലം ഡയാലിസിസ് ചെയ്യേണ്ടിയും വരുന്നു. പിന്നെ മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു, ഹാർട്ടിൻ്റെ രക്തധമനികൾ ബ്ലോക്ക് ആകുമ്പം നമ്മൾക്കറിയാം ഹാർട്ട് അറ്റാക്ക് വരാം, ഹാർട്ട് ഫെയിലിയർ വരാം. ബ്രെയിനിലേക്കുള്ള രക്തധമനികൾ ബ്ലോക്കായി നമുക്ക് സ്ട്രോക്ക് വരാം. പിന്നെ കാലിലേക്കുള്ള രക്തധമനികൾ ബ്ലോക്കായാൽ നമുക്ക് ചെറിയ മുറിവുകളൊക്കെ വന്നാൽ ഉണങ്ങാതെ കാല് മുറിച്ച് മാറ്റേണ്ടി വന്നേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോംപ്ലിക്കേഷൻസ്. പ്രധാനമായും ഇവ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസ് ചികിത്സിക്കുന്നത്. ഡോക്ടർ പറഞ്ഞല്ലോ ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിക്സ് ഉള്ള പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, എല്ലാവരും ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സിംറ്റംസ് നമ്മൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അസിംറ്റോമാറ്റിക് ആണെങ്കിൽ പോലും നമ്മൾക്ക് ഫാമിലിയിൽ റിലേഷനുള്ള ആർക്കെങ്കിലുമൊക്കെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ഏർലി ഏജിലോ പോയി ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക, കെയർഫുൾ ആവുക. നമ്മൾ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള ഡയറ്റ്, കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറഞ്ഞിട്ടുള്ള, റിഫൈൻഡ് സാധനങ്ങളൊക്കെ കുറഞ്ഞിട്ടുള്ള, ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഡയറ്റ്, ഷുഗർ ഇല്ലെങ്കിൽ പോലും എംബ്രേസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാത്തിൻ്റെയും ഗ്ലൈസെമിക് ഇൻഡെക്സ് പരിശോധിച്ച് കഴിക്കാൻ ശ്രമിക്കുക. 70 മേലിൽ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള ഫുഡുകൾ അവോയ്ഡ് ചെയ്യുക. എല്ലാവരും ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും മോഡറേറ്റ് ഇൻറ്റൻസിറ്റിയിലുള്ള എക്സസൈസ് ചെയ്യുക. ഓരോ 3 മാസവും A1C ചെക്ക് ചെയ്യുക. A1C 7 താഴെ വയ്ക്കുക. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 130 താഴെ വയ്ക്കുക. ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ 180 താഴെ വയ്ക്കുക. ഷുഗർ മാത്രം നോക്കിയാൽ പോരാ, BP ചെക്ക്
ചെക്ക് ചെയ്യുക, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക. ഓരോന്നിനും അതിൻ്റേതായ ടാർഗറ്റ്സ് ഉണ്ട്, അതനുസരിച്ച് മരുന്ന് ടൈട്രേറ്റ് ചെയ്യുക. മാത്രമല്ല നമ്മൾ കോംപ്ലിക്കേഷൻസ് പറഞ്ഞു, മൈക്രോവാസ്കുലർ, മാക്രോവാസ്കുലർ. അപ്പം അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്ക്രീൻ ചെയ്യുക. ഫോർ എക്സാമ്പിൾ കണ്ണുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പോയി ചെക്ക് ചെയ്യുക, കാലുകൾ ചെക്ക് ചെയ്യുക. മാത്രമല്ല നമ്മളുടെ കിഡ്നി കൂടെ പ്രോട്ടീൻ പോകുന്നുണ്ടോ എന്ന് അറിയാനുള്ള യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റുകൾ ചെയ്യുക. ECG ചെയ്യുക. എന്തെങ്കിലും കിതപ്പോ നെഞ്ചുവേദനയോ അറ്റിപ്പിക്കലായിട്ടുള്ള നെഞ്ചുവേദനയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്കോ, TMT മുതലായ പരിശോധനകൾ ചെയ്യുക. കാർഡിയോളജിസ്റ്റിനെ കാണുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ മരവിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കാലിൻ്റെ പലതരം പരിശോധനകളുണ്ട്. മോണോഫിലമെൻറ്റ്, ബയോസ്റ്റീഷ്യോമെട്രി, പിന്നെ കാലിൻ്റെ ബ്ലഡ് ഫ്ലോ അസസ് ചെയ്യാനായിട്ട് ABPI എന്നൊരു ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ കൊല്ലത്തിലൊരിക്കലെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.